അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സ്ഥാപകർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ മരണത്തിന് തൊട്ടു മുമ്പ് എഴുതിയ മൈത്രി സന്ദേശം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഏതൊരു നാട്ടിലെ ജനങ്ങളാണോ അവരുടെ ഋഷിമാരെയും മുനിമാരെയും ദൈവനിയോഗിതരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാത്തത്, അവരെ നിന്ദിക്കുകയും അപമാനിക്കുകയും അവരെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്, അവരൊരിക്കലും ആ സമൂഹങ്ങൾക്ക് ഒരിക്കലും തന്നെ സമാധാന ജീവിതം സാധ്യമല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാ സത്യാത്മാക്കളെയും അവരെ എല്ലാവരെയും സ്വീകരിക്കുകയും എല്ലാവരെയും വിശ്വസിക്കുകയും എല്ലാവരെയും ആദരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ലോകത്ത് സമാധാനം നിലനിർത്തുന്നതിനുള്ള ഏറ്റവും വലിയ മാർഗം. എന്ന് മാത്രമല്ല, സമാധാനം എന്ന് പറയുന്നത് ഹൃദയശാന്തി എന്നുള്ള മനുഷ്യന്റെ ഹൃദയത്തിൽ സമാധാനം കരസ്ഥമാക്കുന്നതിനുള്ള മാർഗം എന്ന് പറയുന്നത് ഈ സത്യാത്മാക്കളെ എല്ലാവരെയും സ്വീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സ്ഥാപകർ ലോകത്തെ ഉപദേശിച്ചുകൊണ്ട് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇതര സമുദായങ്ങളിലെ പ്രവാചകന്മാരെ ഒരിക്കലും നിന്ദിക്കുന്നില്ല, മറിച്ച് ലോകത്ത് പല കാലഘട്ടങ്ങളിലായി വിവിധ ജാതികൾക്കിടയിൽ ആഗതരായിട്ടുള്ള സകല പ്രവാചകന്മാരെയും വിശ്വസിച്ച് ആദരിക്കുകയാണ് ചെയ്യുന്നത്. ആ മഹാത്മാക്കളിൽ കോടിക്കണക്കിനായ ജനങ്ങൾ വിശ്വസിക്കുകയും അവരുടെ പേരിൽ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ജനവിഭാഗം സ്നേഹ ബഹുമാനങ്ങൾ അർപ്പിക്കുകയും ഈ അവസ്ഥ അനേകം യുഗങ്ങളായി തുടർന്നു വരികയും ചെയ്തത് തന്നെ ആ മഹാത്മാക്കളുടെ സത്യതയിലേക്കുള്ള മതിയായ തെളിവാണ്. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവനിയുക്തരായ സത്യപുരുഷന്മാരല്ലായിരുന്നുവെങ്കിൽ അവരുടെ പേരിൽ കോടിക്കണക്കിനായ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥായിയായ ഭക്തിവിശ്വാസങ്ങൾ കുടികൊണ്ടിരിക്കാൻ സാധ്യതയുണ്ടാകുമായിരുന്നില്ല. ദൈവം നിയോഗിച്ചയക്കുന്ന മഹാത്മാക്കൾക്കുണ്ടാകുന്ന തരത്തിലുള്ള സ്വീകാര്യതയും ബഹുമാനവും അന്യർക്കും സിദ്ധിക്കുന്നതിന് ആ ഭക്തവത്സലനായ ദൈവം ഒരിക്കലും ഇട നൽകുകയില്ല. ഒരു കള്ളവാദി സത്യപ്രവാചകനെ പോലെ അഭിനയിച്ച് അവരുടെ സ്ഥാനത്തു കയറുന്നതിനു ഭാവിക്കുന്ന പക്ഷം അവൻ താമസിയാതെ തന്നെ നാശമടയുന്നതാണ്. ദൈവികമായ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ദൈവം നിയോഗിക്കാത്ത ഒരു സ്ഥാനത്തേക്ക് ഒരാൾ കയറിയിരിക്കുക എന്ന് പറയുന്നത് അത്തരം ആളുകളെ ദൈവം തന്നെ നശിപ്പിച്ചു കളയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സത്യാത്മാക്കളെ എല്ലാവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിലൂടെ സമൂഹങ്ങൾക്കിടയിലുള്ള ആദരവും ബഹുമാനവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ പറയുകയുണ്ടായി. അതിന് അദ്ദേഹം ഇന്ത്യയിലെ ഒരു ഉദാഹരണം നൽകുകയുണ്ടായി. ഇന്ത്യയിലെ ഉദാഹരണം എന്ന് പറയുമ്പോൾ പൊതുവിൽ അത് മുഴു ലോകത്തിലേക്കും പ്രയോഗവൽക്കരിക്കാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഈ രാജ്യത്തിലെ രണ്ട് അവിഭാജ്യ ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒരു ദിവസം മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കി കളയാമെന്നോ മുസ്ലിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് ഹിന്ദുക്കളെ പുറത്താക്കി കളയാമെന്നോ ചിന്തിക്കുന്നത് ഒരു മിഥ്യാധാരണയാണ്. മറിച്ച് ഈ രണ്ട് സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അഭേദ്യമായ നിലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഒരു സമൂഹത്തിനുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളിൽ മറ്റുള്ളവർക്കും അത് സഹിക്കേണ്ടതായിട്ട് വരുന്നതാണ്. ഒരു സമൂഹത്തിനുണ്ടാകുന്ന അഭിവൃദ്ധി മറ്റുള്ളവർക്കും ഉണ്ടാകുന്നതാണ്. അപ്പൊ ഇത് കേവലം ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മാത്രം ഒരു കാര്യമല്ല, മറിച്ച് ലോകത്തുള്ള ഏത് സമുദായങ്ങൾക്കിടയിലും പ്രയോഗവൽക്കരിക്കാവുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായി ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തു നിന്ന് ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അവിടെയുള്ള തദ്ദേശവാസികൾ അവരെല്ലാവരും കൂടി ഒരു ദിവസം ഇവിടെയുള്ള വിദേശികളെ എല്ലാവരെയും പുറത്താക്കി കളയാം എന്ന് പറയുന്നത് ശരിയാണ്. അതല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ നിന്നും മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് പലായനം ചെയ്ത ആളുകളുണ്ട്. പലപ്പോഴും തന്നെ അവിടെയുള്ള പലരും ഇത്തരം വാദമുന്നയിക്കുന്നവരുമാണ്, ഇവിടെ നിന്ന് എല്ലാവരെയും പുറത്താക്കി കളയണമെന്ന്. അപ്പൊ അങ്ങനെ അവരെ എല്ലാവരെയും പുറത്താക്കി കളയുക എന്ന് പറയുന്നത് സാധ്യമാണോ? അപ്പൊ ഇങ്ങനെ ഇതൊരിക്കലും തന്നെ സാധ്യമല്ല. മറിച്ച് അത്തരം സംഘർഷങ്ങളിൽ അത് കൂടുതൽ ആ സമൂഹങ്ങളെ നാശത്തിലേക്കും നഷ്ടത്തിലേക്കും കൊണ്ടെത്തിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സമൂഹങ്ങൾക്കിടയിൽ സാഹോദര്യത്തോടു കൂടിയും മൈത്രിയോടും കൂടിയും വസിക്കണമെന്ന് ഈ സമകാലീന സാഹചര്യം നമ്മോട് പറയുകയാണ്. ആ കാര്യത്തിൽ സമൂഹങ്ങൾക്കിടയിൽ വിട്ടുവീഴ്ചയുടെ ആവശ്യമുണ്ട്. ആ വിട്ടുവീഴ്ച എങ്ങനെയായിരിക്കണം?
അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സ്ഥാപകർ ഇന്ത്യയിലെ തന്നെ ഒരു ഉദാഹരണം എടുത്തുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം മുസ്ലിങ്ങളോട് പറയുകയുണ്ടായി, നിങ്ങൾ നോക്കുക, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പശുമാംസം ഭക്ഷിക്കണം എന്നുള്ളത് ഏതെങ്കിലും ഒരു മതപരമായ കൽപ്പനയോ അല്ലെങ്കിൽ ഒരു നിർബന്ധമായ കാര്യമോ അല്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം പശുമാംസം ഭക്ഷിക്കുക എന്നുള്ള നിർബന്ധമായ ഒരു കാര്യമേ അല്ല. പക്ഷേ അത് നിങ്ങളുടെ സഹോദരന്, നിങ്ങളുടെ അയൽവാസിക്ക്, നിങ്ങളുടെ നാട്ടുകാരന് വിഷമവും പ്രയാസവും ഉണ്ടാക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കത് ഉപേക്ഷിച്ചുകൂടാ? കാരണം ഇത് മതപരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു കാര്യമേ അല്ല. അതേസമയം നിങ്ങളുടെ സഹോദരന് ആ സഹോദരൻ അതിനെ ദിവ്യമായി കാണുന്നു, അതിനെ പരിശുദ്ധമായി കാണുന്നു, അവന് വിഷമം ഉണ്ടാകുന്നു. അപ്പൊ നിങ്ങൾക്കത് എന്തുകൊണ്ട് സഹോദരന് വേണ്ടി അതിനെ ത്യജിച്ചുകൂടാ? ഇതുപോലെ അദ്ദേഹം ഹൈന്ദവ സഹോദരങ്ങളോട് പറയുകയുണ്ടായി, പ്രവാചകനെ നിന്ദിക്കുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മതപരമായോ മറ്റേതെങ്കിലും തരത്തിലോ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമേ അല്ല. പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതേറെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾ അതിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് എങ്കിൽ, അപ്പൊ ഇങ്ങനെ വിട്ടുവീഴ്ചയിലൂടെ സാഹോദര്യ ബന്ധത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എങ്കിൽ സമൂഹങ്ങൾക്കിടയിൽ വലിയ ഐക്യം ഉണ്ടാകുന്നതാണ്. അത്തരത്തിലുള്ള ഐക്യം, ഞാനിത് ഹിന്ദു മുസ്ലിം എന്നുള്ളതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. ഇത്തരത്തിൽ വർണ്ണവർഗ ദേശ ഭാഷയിടത്തിൽ വിഭജിച്ചു നിൽക്കുന്ന എല്ലാ മനുഷ്യർക്കിടയിലും പ്രയോഗവൽക്കരിക്കാൻ സാധിക്കുന്ന ഒരു പൊതുതത്വമാണ് അദ്ദേഹം ലോകത്തിന്റെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. കാരണം നമുക്കറിയാം, ഇന്ന് വിവരസാങ്കേതിക വിദ്യയുടെ വിസ്മയിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ പരസ്പരം അടുത്തിട്ടുണ്ട് എങ്കിൽ പോലും മതത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെയും രാഷ്ട്രീയത്തിന്റെയും എല്ലാ പേരിൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ അകന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഐക്യപ്പെടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമൂഹങ്ങൾ തമ്മിൽ ദൈവീക പുരുഷന്മാരെ, ദൈവത്തിൽ നിന്ന് യോഗ്യതരായ മഹാത്മാക്കളെ ആദരിച്ചു ബഹുമാനിച്ചുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. കാരണം നമുക്കറിയാം, ഇന്ന് ലോകം ഒരു ഗ്രാമമായി മാറിയിരിക്കുന്നു. ഗ്ലോബൽ വില്ലേജ് എന്നാണ് നമ്മൾ പൊതുവിൽ തന്നെ പറയുന്നത്. ലോകം ഒരു ഗ്രാമമായി മാറിയിരിക്കുകയാണ്. ഇന്ന് ലോകം ഒരു ഗ്രാമമായി മാറിയിരിക്കുന്നത് കൊണ്ട് തന്നെ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിൽ എത്തി നിൽക്കുകയാണ്. മലയാളത്തിലെ പ്രസിദ്ധനായ നോവലാണ് ബെന്യാമീൻ. അദ്ദേഹത്തിന്റെ വളരെയധികം വിറ്റഴിഞ്ഞ അല്ലെങ്കിൽ വളരെയധികം വായിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ആടുജീവിതം. അതിന്റെ ക്യാപ്ഷൻ, അതിന്റെ തുടക്കത്തിൽ എഴുതിയിരിക്കുന്നത്, നമ്മൾ ജീവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം വെറും കെട്ടുകഥകളാണ് എന്നുള്ളതാണ്. യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും തന്നെ, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും ഒരു യുദ്ധം കാണുകയോ അനുഭവിക്കുകയോ യുദ്ധത്തിന്റെയോ പലായനത്തിന്റെയോ തീവ്രതയും അതിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഒരു കെട്ടുകഥകളാണ്. എന്നാൽ ഇന്ന് ലോകം മാറിയിരിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തെ കുറിച്ച് പറയുന്നത്, അത് ഒരു സാമ്പ്രദായിക യുദ്ധമായിരുന്നു. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിച്ച രണ്ട് സംഭവങ്ങൾ മാറ്റി നിർത്തിയാൽ രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് ഒരു സാമ്പ്രദായിക യുദ്ധമായിരുന്നു. അതായത് സൈന്യങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന യുദ്ധമായിരുന്നു. എന്നിട്ട് പോലും ഔദ്യോഗികമായ കണക്കുകൾ അനുസരിച്ച് 62 ദശലക്ഷം, യഥാർത്ഥത്തിലുള്ള കണക്ക് അതിനേക്കാൾ എത്രയോ അപ്പുറമാണ്, 62 ദശലക്ഷം ആളുകൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. പക്ഷേ അതിൽ ഏറെ ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത് 40 ദശലക്ഷം ആളുകൾ സാധാരണ മനുഷ്യരായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ലോകത്ത് ഒരു യുദ്ധമുണ്ടായാൽ അതിൽ കൊല്ലപ്പെടുന്നത് എപ്പോഴും സാധാരണ മനുഷ്യരാണ്. ഇന്ന് ലോകം ഒരാഗോള ഗ്രാമമായിരിക്കുമ്പോൾ അതിന്റെ തീവ്രത ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കുകയില്ല. മറിച്ച് മുഴു ലോകത്തേക്കും എല്ലാ മനുഷ്യരും അത് അനുഭവിക്കുന്നതാണ്. കൊറോണ അതിന്റെ ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട്. നമുക്കൊരു മാതൃക നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ചൈനയിലെ, വിദൂരമായ ചൈനയിലെ ഒരു പ്രദേശത്ത് പൊട്ടിപ്പുറപ്പെട്ട ഒരു വൈറസ് നമ്മുടെ നാടിനെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബത്തെയും എങ്ങനെ ബാധിച്ചു എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ലോകത്തൊരു യുദ്ധം ഉണ്ടാവുക എന്ന് പറയുന്നത് അത്
എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുക എന്ന് പറയുന്നത് ഇന്ന് മനുഷ്യ സമൂഹത്തിലെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അതിനുള്ള മാർഗം എന്ന് പറയുന്നത് ശാന്തിയുടെയും സമാധാനത്തോടും കൂടി ജീവിക്കുക എന്നുള്ളതാണ്. അതിന് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട മഹാത്മാക്കളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർ കാണിച്ചു തന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. പക്ഷേ ചെറിയ ചെറിയ സംഘർഷങ്ങളിൽ നിന്നാണ് വലിയ സംഘർഷങ്ങൾ ഉടലെടുക്കുന്നത്, വലിയ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാരണമായി പറയപ്പെടുന്നത് നമുക്കറിയാം. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണമായി പറയപ്പെടുന്നത് നമുക്കറിയാം. വളരെ നിസ്സാരമായ കാരണങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത് മനുഷ്യർ എന്ന നിലയിൽ നമ്മളെല്ലാവരും ഐക്യപ്പെടുകയും സാഹോദര്യ ബന്ധം പുലർത്തുകയും ലോകത്ത് ശാന്തിയും സമാധാനവും ഐക്യവും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ നമുക്ക് ഒരു ശോഭനമായ ഭാവിയെ നമ്മുടെ വരും തലമുറക്ക് നൽകാൻ സാധിക്കും. ഈ ലോകത്തെയും നമുക്ക്, ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തെയും നമുക്ക്, അല്ലെങ്കിൽ ഈ ഭൂമിയെയും നമുക്ക്, നമ്മുടെ മനുഷ്യ സമൂഹങ്ങളെയും നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതല്ല എങ്കിൽ നമുക്കറിയാം, ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയും അതൊരു മൂന്നാം ലോക മഹായുദ്ധവുമാകുകയാണെങ്കിൽ അത് ആഗോള ഒരു ആണവ യുദ്ധമാക്കുന്നതാണ്. അത് വരും തലമുറയെ കൂടി ബാധിക്കുന്നതാണ്. വരും തലമുറ അതുകൊണ്ട് തന്നെ ഇന്ന് ജീവിക്കുന്ന മനുഷ്യരെ എപ്പോഴും തന്നെ ശാപം ചൊരിഞ്ഞുകൊണ്ട് മാത്രമേ സ്മരിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വരും തലമുറ സ്നേഹത്തോടു കൂടി നമ്മെ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സ്മരിക്കണമെന്നുണ്ടെങ്കിൽ, ഓർക്കണമെന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ ശാന്തിക്കും സമാധാനത്തിനും സാഹോദര്യത്തിനും വേണ്ടി നമ്മൾ ഓരോരുത്തരും തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട്. അത് ആ പ്രവർത്തനം എന്ന് പറയുന്നത് അതൊരു ആഗോള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം ഏതെങ്കിലും ഒരു പ്രത്യേകമായി ഇരുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് ഡിപ്ലോമാറ്റുകൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. മറിച്ച് വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകേണ്ടത്, നമ്മുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകേണ്ടതാണ്, നമ്മുടെ സമൂഹത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകേണ്ടതാണ്. അതിനുള്ള മാർഗം എന്ന് പറയുന്നത് ആത്മീയതയാണ്. ആത്മീയതയുടെ മാർഗം മനുഷ്യൻ കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ ആത്മീയതയുടെ മാർഗം പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ് ശ്രീകൃഷ്ണനും ശ്രീരാമനും അതുപോലെ മറ്റ് എല്ലാ ദിവ്യ പുരുഷന്മാരും ഈ ലോകത്ത് വന്നത്. ഈ ഒരു ദൗത്യത്തിന് വേണ്ടിയാണ് പ്രവാചക പ്രഭു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ഈ ഒരു ദൗത്യം ഈ എല്ലാ പ്രവാചകന്മാരുടെയും, ശ്രീകൃഷ്ണന്റെയും ശ്രീരാമന്റെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും യേശുവിന്റെയും മോസസിന്റെയും അബ്രഹാമിന്റെയും എല്ലാം സന്ദേശവുമായിട്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സ്ഥാപകർ മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി അലൈഹിസ്സലാം വരികയും അദ്ദേഹം ഈ സന്ദേശം ലോകത്തിന്റെ മുമ്പിൽ എത്തുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു ദൃഷ്ടികോണിലൂടെയാണ് ശ്രീരാമനെയും അതുപോലെ തന്നെ മറ്റ് പ്രവാചകന്മാരെയും മറ്റ് ദിവ്യാത്മാക്കളെയും ഞങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ടും ഈ ഒരാശയം പങ്കുവെച്ചുകൊണ്ടും ഈ ഒരാശയം പങ്കുവെക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരവസരം നൽകിയതിനും പ്രൗഢഗംഭീരമായ ഈ ഒരു സദസ്സിൽ സംസാരിക്കുന്നതിന് ഒരു അവസരം നൽകിയതിന് സായി സഞ്ജീവനി ട്രസ്റ്റിന്റെ ഭാരവാഹികളോട്, പ്രത്യേകിച്ച് അതിൻ്റെ മുഖ്യ കാര്യദർശിയായിട്ടുള്ള ഹരിനാരായണൻ സ്വാമിജിയോടും അദ്ദേഹത്തിൻ്റെ മറ്റു പ്രവർത്തകരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം എന്നെ ഇവിടേക്ക് ക്ഷണിക്കുകയും എൻ്റെ വിനീതമായ വാക്കുകൾ, എൻ്റെ വിനീതമായ ചിന്തകൾ കേൾക്കുകയും അതിന് നിങ്ങളുടെ വിലപ്പെട്ട സമയം നൽകുകയും ചെയ്ത എല്ലാ ശ്രോതാക്കളോടും എൻ്റെ വിനീതമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു സുൽത്താൻ നസീർ സാഹിബ്. എല്ലാവർക്കും നമസ്കാരം. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എന്ന സംഘടനയെ റെപ്രസെൻ്റ് ചെയ്ത് നമ്മളോട് സംസാരിച്ച ശ്രീ സുൽത്താൻ നസീർ അവർക്ക് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയ 1-2 പോയിന്റുകൾ ഞാനൊന്നിവിടെ പ്രതിപാദിക്കാം. അയോധ്യ എന്നത് യുദ്ധമില്ലാത്ത രാജ്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞു. കൂടാതെ ശ്രീരാമൻ ദിവ്യ ആത്മാവാണ്. സ്നേഹം, കരുണ, ത്യാഗം എന്നിവയാണ് ഒരു മാനവികതയുടെ മുദ്രാവാക്യം.
ലോകത്തെമ്പാടും കാലാതീതമായി ശ്രീരാമനെ ആരാധിക്കുന്നു. വിവിധ മതങ്ങളിൽ, അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ജൈനമതമായാലും സാംസ്കാരികമായ കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൂടാതെ സംഗീതം, ഭാഷ, കല, വാസ്തുവിദ്യ എന്നിവയിൽ നമുക്ക് ഇതിൻ്റെ സ്വാധീനങ്ങൾ കാണാവുന്നതാണ്. എല്ലാ മതങ്ങളും തമ്മിലുള്ള ദാർശനിക സംവാദങ്ങൾ എല്ലാ കാലത്തും സ്വീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. ശ്രീരാമന്റെ ജനനത്തെക്കുറിച്ച് ഖുർആൻ, ബൈബിൾ എന്നിവയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ശ്രീരാമൻ അവതാര ജന്മമാണ്. ഭാരതം ആത്മീയ പുരുഷന്മാരുടെ നാടാണ്. അഹമ്മദീയ പ്രസ്ഥാനം എല്ലാവരെയും ബഹുമാനിക്കാനും വിശ്വസിക്കാനും പഠിപ്പിക്കുന്നു. ആരിലും വ്യത്യാസം കാണുന്നില്ല. ദൈവത്തിൻ്റെ സന്ദേശമായ സമാധാനവും ഐക്യവും സ്നേഹവും എല്ലാവരിലും എത്തിക്കാനാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്. എല്ലാവരും ആദരിക്കപ്പെടണം, എല്ലാവരിലും സ്നേഹവും സമാധാനവും കണ്ടെത്തണം. ഇതാണ് അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവച്ചത്. ഇനി ഈ ഒരു അദ്ദേഹം സംസാരിച്ചതായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും അദ്ദേഹമായിട്ട് ചോദ്യോത്തര സമയമാണ്. 10 മിനിറ്റ് അതിനു വേണ്ടി നാം നീക്കി വെച്ചിരിക്കുകയാണ്. ചോദ്യങ്ങളുണ്ടെങ്കിൽ എഴുതി നമ്മുടെ കമ്പയറിനെ ഏൽപ്പിക്കാം. യൂട്യൂബിലൂടെ നമ്മളതിന് മറുപടി നൽകുന്നതാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. സാമുദായിക ഐക്യവും മതസൗഹാർദ്ദവും തകർക്കുന്ന സാമൂഹിക അന്ധതയ്ക്ക് മറുപടിയായി മാർഗരേഖയായി ഒരു മുസ്ലിം സഹോദരൻ ശ്രീ സുൽത്താൻ നസീർ സാഹിബ് അവറുകൾ രാമരാമ പാഹിമാം എന്ന നാഷണൽ സെമിനാറിൽ അവതരിപ്പിച്ച ഇസ്ലാം മതവിശ്വാസങ്ങളിലെ രാമനോടുള്ള വിശ്വാസം എന്ന വിഷയം ഏറെ ചിന്തനീയമാണ്. എല്ലാ മതവിശ്വാസങ്ങളും മാനവികത എന്ന വലിയ ആശയത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നു എന്ന് പറഞ്ഞു തന്ന ശ്രീ സുൽത്താൻ നസീർ ജിക്ക് സായി സഞ്ജീവനി ട്രസ്റ്റിൻ്റെയും മൗലാന അബുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസിൻ്റെയും ആദരവും നന്ദിയും അർപ്പിക്കുന്നു. അദ്ദേഹത്തെ വേദിയിൽ ആദരിക്കുന്നതിന് മൗനയോഗി ഹരിനാരായൺ സ്വാമിജിയെ ക്ഷണിക്കുന്നു. Thank you all. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം ഒന്ന് കൈവക്കാവോ എല്ലാവരും? താങ്ക് യു. നിങ്ങൾ ഈ കൈ പൊക്കുന്ന സമയത്ത് എന്തൊക്കെ അകത്ത് നടന്നു എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഇത് ഞാനൊരു ആയുർവേദ ഡോക്ടറായിട്ടാണ് ഞാൻ പറയണത്. നമ്മുടെ അകത്ത് എന്തൊക്കെ നടക്കണു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടി നമുക്ക് എടുക്കാം. അതിനു മുന്നേ 4 സീക്വൻസ് 4 കൈ അനക്കണമെങ്കിൽ എന്തൊക്കെ ഉണ്ടാവണം? തലയിൽ ഇച്ഛ ഉണ്ടാവണം. അത് നമ്മളിപ്പോൾ പറഞ്ഞത്. അതല്ലാണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നെർവ് ഇമ്പൾസ് കയ്യിലേക്ക് വരണോ? വേണ്ടേ? തലയിൽ നിന്ന് നമ്മൾ ആലോചിച്ചൊരു സാധനം സ്പൈനിലൂടെ പോയി നമ്മുടെ കയ്യിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് കൈ ഇതുപോലെ അനക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഇത് ഇന്ന് പറയപ്പെടുന്നു തരംഗങ്ങളാണെന്ന്. ശരിയല്ലേ? നെർവ് ഇമ്പൾസസ് എന്ന് പറഞ്ഞ തരംഗങ്ങളാണ്. അപ്പൊ ഇവിടെ കൈ ശബ്ദ തരംഗങ്ങളാണെങ്കിൽ ഈ കൈക്കേയി അല്ലെങ്കിൽ കൈ എന്ന് പറഞ്ഞ് കൈക്കേയെ പറഞ്ഞത് ഈ തരംഗങ്ങളെ മുൻനിർത്തിയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഓരോ ചലനത്തിനും കാരണം അവ സുപ്രസവ ഐശ്വര്യോ അല്ലെങ്കിൽ റൈറ്റ്നെസ്, ഫുൾനെസ്, സുഷ്ടുവായിരിക്കൽ എന്നൊക്കെയാണെന്ന് അർത്ഥം. രണ്ടാമത്തത് മാമാണേ പരിമാണേ, അതായത് മെഷർ ചെയ്ത് വേണ്ടത് മാത്രം. മാത എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? നമ്മുടെ വീട്ടിൽ വരുന്ന കാര്യങ്ങളെ മാനം കൊണ്ട് ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തർക്കും കൊടുക്കുന്ന ആളാണ് മാത. ശരിയല്ലേ? വീട്ടിലുള്ള കാര്യങ്ങൾ ആവശ്യത്തിന് എല്ലാവർക്കും അതായത് ഒരു കാര്യം ചിന്തിക്കും, പക്ഷെ വേറൊരു കാര്യമായിരിക്കും പുറത്തു വരിക. അത് ഈ സുമിത്രത്വത്തിൽ പ്രശ്നം വരുമ്പോഴാണ്, സുമിത്രയ്ക്ക് പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്. So the gap between intention and the right execution is Sumitra. പോട്ടെ സ്ലൈഡ് പോട്ടെ.
വന്ന സ്ഥിതിക്ക് പോട്ടെ. ഓക്കെ, ഇനി നെക്സ്റ്റ് പോട്ടെ അരുചി പോട്ടെ ഇനി പോട്ടെ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത യെസ്, അതെ. നിങ്ങളുടെ ശരീരത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഫിസിക്കൽ ആവാം, സൈക്കോളജിക്കൽ ആവാം. നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലായിരിക്കും പ്രശ്നം. ഒന്നല്ലെങ്കിൽ കൗസല്യ, അല്ലെങ്കിൽ കൈകേയി, അല്ലെങ്കിൽ സുമിത്ര. ഇത് നിങ്ങളുടെ ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരെണ്ണത്തിലായിരിക്കും മിക്കവാറും പ്രശ്നം ഉണ്ടാവുക. ഓരോ അസുഖവും ഓരോ പ്രശ്നങ്ങളും അതാണ്. ഫോർ എക്സാമ്പിൾ, കൈ ഒടിഞ്ഞു, കൗസല്യയുടെ പ്രശ്നമാണ്. രണ്ടാമത്തെ നെർവ് ഇമ്പൾസസ്, ഇപ്പൊ സ്ട്രോക്ക് പോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ കൈകേയിലെ പ്രശ്നമാണ്. മൂന്നാമത്തെ വേണ്ട അളവിലെല്ലാം ആവശ്യത്തെ കൂടുതൽ ചെയ്തു, അവിടെ സുമിത്രയാണ് അവിടുത്തെ പ്രശ്നം. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല്, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട കാര്യം ഇതിലേതിലാണ് പ്രശ്നം വരുന്നത് എന്നുള്ളതാണ്. ഇനി അടുത്ത് പുത്രന്മാരെ പരിചയപ്പെടാം. റെഡിയാണോ? എത്ര പുത്രന്മാരുണ്ട്? എത്ര പേരുണ്ട്? എല്ലാം കൈകൊണ്ട് കാണിക്കാം. എത്ര പേരുണ്ട്? 4 പേര് അല്ലെ? 4 പുത്രന്മാര്. നമുക്ക് ഓരോരുത്തരെ എടുക്കാം. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അരുൺജി, നെക്സ്റ്റ് സ്ലൈഡ്. ഹലോ, പോട്ടെ അവിടെ കേട്ടെ. ഇനി ഓരോരുത്തരെ എടുക്കാം. രാമൻ. രമക്രീഡായാം എന്ന് പറഞ്ഞ ധാതുവിൽ നിന്നാണ് രാമൻ വന്നേക്കുന്നത്. എന്താണ്? രമക്രീഡായാം. രമന്തി യോഗിനഃ അസ്മിൻ ഇതി രാമഃ എന്ന് പറഞ്ഞാണ് അതിനെ നിരുക്തം വരുന്നത്. രമന്തി യോഗിനഃ അസ്മിൻ ഇതി രാമഃ. എന്തെങ്കിലും ഒരു ക്രിയ നമുക്ക്